എൻ്റെ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകേഷിന്റെ പുതിയ പ്രൊജക്ട്സിനെ പറ്റിയിട്ടും LCUവിനെ സംബന്ധിച്ച പ്രധാന അപ്ഡേറ്റുകളെ പറ്റിയും അദ്ദേഹം ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്കമിങ് LCU ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പുള്ളിയുടെ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നടക്കുന്ന എല്ലാ റൂമേഴ്സിനും ഉള്ളൊരു മറുപടി കൊടുത്തിട്ടാണ് സമാധാനപരമായിട്ട് ചെയ്തു നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് എന്തിൽ തുടങ്ങാം. പുള്ളി ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്നത് DC പറഞ്ഞ സിനിമയിലാണ്. നമ്മുടെ അരുൺ മാധേശ്വരന്റെ സിനിമ, നമ്മുടെ ധനുഷിന്റെ സിനിമ, പേര് മറന്നുപോയി, ക്യാപ്റ്റൻ മില്ലർ. പുള്ളിയായിരുന്നു ഇളയരാജ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് ആ പടം മുടങ്ങിപ്പോയി. ഇപ്പൊ DC എന്ന് പറഞ്ഞ പടത്തിന്റെ പേര് ദേവദാസ് ചന്ദ്ര, 2 പേരെ കഥയായിട്ടാണ് വരുന്നത്. പുള്ളി ഇപ്പൊ പ്രസ് മീറ്റിന് വന്നത് ആ ലുക്കിൽ തന്നെ ആയിരുന്നു. പിന്നെ പുള്ളി അടുത്തതായിട്ട് ഡയറക്ടോറിയലായിട്ട് വരുന്ന പടം, അത് പുള്ളിയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് എപ്പോഴും പറഞ്ഞത് A23 പറഞ്ഞത് അല്ലു അർജുൻ നായകനായിട്ടുള്ള സിനിമ. ഇത് രണ്ടാണ് പുള്ളിയുടെ ഇപ്പൊ ഇനി വർക്ക് ചെയ്യുന്ന സിനിമകൾ. അതായത് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഒപ്പം ഒരു 6 വർഷം മുൻപുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള നിലയിലും കൂടിയിട്ടാണ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. അദ്ദേഹം ശരിക്ക് ഇപ്പോ ഈ DC കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടായിരുന്ന പ്രൊജക്ട് കൈദീറ്റു ആയിരുന്നു. ശരിക്ക് കൈദീറ്റുവിന്റെ ഇടയിലാണ് നമ്മളെ കമൽഹാസൻ രജനികാന്ത് ഒന്നിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ കാര്യം വരികയും SR പ്രഭുവിന്റെ സൈഡ്, പ്രൊഡക്ഷൻ സൈഡ് ഒരു അനുവാദം ചോദിച്ചിട്ട് ഇയാള് ഈ സിനിമ, അതായത് കമൽഹാസൻ രജനികാന്തിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ അതൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പൊ ഈ അവസരം 40-40 കൊല്ലങ്ങൾക്ക് ശേഷം അതെ ഈ അവസരം മുതലാക്കുക എന്നുള്ള തരത്തിൽ മുമ്പ് അത് ചെയ്യാൻ പോവുക എന്നുള്ള തരത്തിൽ പോയിട്ട് അവരോടൊരു സ്ക്രിപ്റ്റ് പറയുകയും അവർക്ക് ആ സ്ക്രിപ്റ്റ് ഇപ്പോ അവരൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമ ചെയ്യാനായിരുന്നു അവർക്ക് ആഗ്രഹം മിക്കവാറും. അതായത് ഇപ്പൊ കൂലിയുടെ മോശം പ്രകടനം കൊണ്ട് രജനീകാന്തിന് അതോ ഇഷ്ടമായില്ല എന്നുള്ള തരത്തിലടക്കം ടോക്ക് ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കൂലി സാമ്പത്തികമായിട്ട് നഷ്ടം വന്നൊരു സിനിമ അല്ല. ആ സിനിമ എങ്ങനെയോ ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം ആ സിനിമ എന്താ പറയാ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്താ പറയാ അതിൽ നിന്ന് പിന്മാറുന്നതാണല്ലോ നല്ലത്. അതായത് നമുക്ക് നമ്മളെ സ്റ്റൈലിൽ നമ്മളെ കംഫർട്ടിലായിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന് പിന്മാറുക നല്ലത്. പിന്നീട് അല്ലെങ്കിൽ അത് മറ്റൊരു കൂലിയായിട്ട് മാറും. അപ്പോ ഈ ഇടവേള വന്നപ്പോഴാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നപ്പോഴേ ഈ സിനിമയിലേക്ക്, അതായത് A23 അല്ലു അർജുൻ നെക്സ്റ്റ് പ്രോജക്ട് അല്ലു അർജുനായിട്ട് ചെയ്യാന്നുള്ളത് വന്നപ്പോ DCയുടെ ഷൂട്ടിങ് മെയ്യോട് കൂടിയിട്ട് കഴിയുകയും അല്ലു അർജുൻ മെയ്യോട് കൂടിയിട്ട് അറ്റ്ലിയുടെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അനൗൺസ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതൊരു ലോകേഷിന്റെ സ്റ്റൈല് അനൗൺസ്മെന്റ് വീഡിയോ ആയിരുന്നില്ല അത്. പിന്നെ അതിലെന്താ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമറുകളുടെ കാര്യം അനൗൺസ്മെന്റിലേ വ്യക്തമായിരുന്നു. കുറെ ചെന്നായക്കൾ ഇങ്ങനെ സിംഹത്തിനെ നോക്കി കുരയ്ക്കുകയും സിംഹാണ്ട് ഗർജിക്കുമ്പോ ലോകേഷ് കനകരാജ് ഫിലിം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഇത് വന്നത്. അപ്പോ അനിരുദ്ധിന്റെ മ്യൂസിക് അതിന്റെ കടന്ന് എന്താ പറയാ അതിന്റെ ആ ഇപ്പൊ ഇൻട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കും ഭയങ്കരമായിട്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും നെക്സ്റ്റ് പ്രൊജക്ടിന്റേതായിട്ട് പറഞ്ഞു. ഇനി ഈ സിനിമ ഇരുമ്പ് കൈമായവി ആണോന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് അത് പ്രൊഡക്ഷൻസ് പറയട്ടെ എന്നുള്ളതാണ്. അപ്പൊ അതാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ കൂലയുടെ സമയത്ത് പുള്ളിയോട് നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റി വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കോപ്പ് സ്റ്റോറി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ചിലപ്പോൾ അതായിരിക്കാം. കാരണം പുള്ളി ഓൾറെഡി LCU അല്ലാണ്ട് ചെയ്തു വെച്ച് മറ്റു കുറച്ച് സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഇരുമ്പ് കൈമായവി ആണോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അല്ല, അല്ലു അർജുന്റെ ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ച് ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലോകേഷിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ A23 കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രൊജക്ട് കൈദീറ്റു ആയിരിക്കും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. LCUവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ്. കാരണം കൈദീറ്റു മുടങ്ങി നിന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്. പിന്നെ അതിന്റെ കാർത്തിയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി ഇപ്പൊ ഭയങ്കര വലുതായിരിക്കണം. അവർ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിന്റെ ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയായിട്ട് കാണിക്കുകയും ചെയ്തു. പിന്നെ ആ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ എങ്ങനെ ചെയ്യാന്നുള്ളത് ഈ കുട്ടിയെ ഡീകേജിങ് ചെയ്യേണ്ടി വരും. അല്ല, ഇനിയിപ്പോ ഞാൻ പറയട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് അറിയില്ല. കൈദീറ്റു എന്ന് പറയുമ്പോ
ചിലപ്പോ കല്യാണം അറിയില്ല, നമുക്ക് അറിയില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഡില്ലിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും അയാൾ ഇതിലേക്ക് വരാണ്ടായ കാര്യമൊക്കെ ആയിരിക്കും മിക്കവാറും. നമുക്ക് അറിയില്ല. കാരണം അയാളും ആ പിന്നെ വില്ലനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിലുള്ള ലോകേഷിന് ഒരു സ്ത്രീ കഥാപാത്രത്തിന് സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്കറിയാം. അതെ. അപ്പോ ഒരു ഫോട്ടോ വെച്ചാൽ മതി. ഇതിനെ തുടർന്ന് LCUയുടെ അപ്ഡേറ്റിലായിട്ട് മൂപ്പര് പറഞ്ഞത് LCU മൂപ്പരായിട്ട് തുടങ്ങി വെച്ചത് കാരണം കൊണ്ട് പ്രോപ്പർ ആയിട്ട് അതിനൊരു ക്ലോഷർ വരുന്നു. ഇതിനെ തുടർന്ന് വിക്രം 2, അതായത് റോളക്സ് സ്റ്റാൻഡ് അലോൺ ഫിലിം, ഇതൊക്കെ മൂപ്പര് കമ്മിറ്റ്മെന്റ്സ് ആയിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്ന് ചെയ്യുന്നു പറഞ്ഞില്ല, കൈദി 2 ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇപ്പോഴുള്ള ഫാൻ ബേസ് പോകുന്നുള്ള കാര്യം കുറച്ച് നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം 2ന്റെ കാര്യത്തിലാവട്ടെ അടുത്ത സിനിമയുടെ കാര്യത്തിലാവട്ടെ ഒരു ടൈം ലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ മൂപ്പര് സിനിമകൾ ചെയ്യുമായിരിക്കും. LCUന്റെ കാര്യത്തിൽ ഈ കൈതീറ്റ് ഇമ്മീഡിയറ്റ് ചെയ്യണമെന്നുള്ളതല്ലാണ്ട് റോളക്സോ വിക്രമോ ഇതിന്റെ അവസാനം എപ്പൊ സംഭവിക്കുന്നു പുള്ളി പറഞ്ഞില്ല. ഒരു 10 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാം, പറയാൻ പിന്നെ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ LCUന്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഒറിജിൻ ഓഫ് LCU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 മിനിറ്റ് ഷോർട്ട് ഫിലിം. അതേമാതിരി ഇപ്പൊ LCUയിൽ തന്നെ വരുന്ന ബെൻസ് ഭാഗ്യരാജ് കണ്ണന്റെ പടം, അതിലിപ്പോ അതൊരു വലിയ സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ 2027 വരുള്ളൂ എന്ന് ബെൻസിന്റെ കാര്യം പറയുമ്പോൾ ലോകേഷിന്റെയാണ് പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ രാഘവ ലോറൻസും നിവിൻ പോളിയാണ് സിനിമയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ സിനിമ അതെ 2026 അവസാനം അല്ലെങ്കിൽ 27 ഇറക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കൈതീറ്റ് ഇറങ്ങണ 28 ഇറങ്ങുള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ 27 ബെൻസ് റിലീസ് ഇങ്ങനെ ആൾക്കാരെ മനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഇടയിൽ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. കാരണം പുള്ളിക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ 6 വർഷം മുമ്പുള്ള കമ്മിറ്റ്മെന്റ് ആണ് മൈഗ്രേറ്റ് പറഞ്ഞു. ഓൾറെഡി കേവിനിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ് പുള്ളി റോളക്സ് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഓൾറെഡി 2 ആക്ടേഴ്സിനായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഒന്ന് പ്രഭാസും ഒന്ന് അമീർ ഖാനുമാണ്. അമീർ ഖാനായിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് പുള്ളി കൂലിയിൽ വന്ന് അഭിനയിച്ചത്. പിന്നെ ഇരുമ്പ് കൈ മായാവി പുള്ളിയെ വെച്ച് ചെയ്യേണ്ടതെന്നായിരുന്നു. പിന്നീട് അതിനെ പറ്റിയുള്ളൊരു വാർത്ത വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ 2 ആക്ടേഴ്സിനായിട്ടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പുള്ളി ഓൾറെഡി എഴുതി വെച്ച ഈ രജനീകാന്ത് കമൽഹാസൻ പ്രൊജക്ട് ഉണ്ടല്ലോ, ആരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസിന്റെ മാതിരി ഒരാളുടെ ഡേറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാൾ ഒഴിവാക്കാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഒരു ആക്ഷൻ ഫിലിം ചെയ്യാൻ പറ്റിയ ഫിഗറാണ്. അതെ അതെ. അതുപോലെ തന്നെ ലോകേഷിനെ കിട്ടാനും വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ആൾക്കാരുണ്ട്. ലിസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രജനീകാന്ത് കമൽഹാസൻ വിജയൊക്കെ കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അജിത്ത് അടക്കം വെയിറ്റ് ചെയ്തിരിക്കണം. അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ, അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇനി വരാൻ നമ്മളും ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പുള്ളി കാണുന്നുണ്ട്. നമ്മുടെ വിമർശനങ്ങളും നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, അതായത് എന്തൊക്കെയാണ് ഇവിടെ ടോക്ക് നടക്കുന്നവരെ പുള്ളി കണ്ടിട്ട് അതിന് പറയുന്നുണ്ട്. ഇപ്പൊ കൂലിയുടെ കാര്യമാണെങ്കിൽ പോലും എന്താ പറയാ, പുള്ളി പറഞ്ഞല്ലോ ഞാനൊരു സക്സസ് മീറ്റിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ്. സക്സസ് മീറ്റ് ഉണ്ടായിട്ടില്ല. അതിപ്പോ പുള്ളി പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ എന്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത് പോലെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വിമർശനവും ഞാൻ എതിർക്കണം. അതിന്റെ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ്. അതിപ്പോ പലരും പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും നല്ലതാണ്. ഓക്കെ, എന്തായാലും വരുന്ന സിനിമകളൊക്കെ നന്നാവട്ടെ. കൈതീറ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് കിട്ടട്ടെ.